വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്നിതാ ഞാനൊരു പുതിയ റെസിപ്പി ആയിട്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ ഇൻട്രോ എടുക്കാൻ നിങ്ങൾക്ക് ഞങ്ങളെ പരിസരമൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വിചാരിച്ചു. ഇത് നമ്മളെ പിള്ളേർമാരെല്ലാം ഉണ്ടാക്കിയത്. അവർക്ക് വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ ഇരുന്ന് കഥയും പറഞ്ഞ് ഇരിക്കാൻ കേട്ടോ. ഇത് ഞങ്ങളെ വീടിൻ്റെ നേരെ താഴെ തന്നെയാണ്. ഇവിടെ മുഴുവൻ ഇതാ വയല്, തെങ്ങ് എല്ലാം ഉണ്ട്. നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് കേട്ടോ. ആർക്കും കണ്ടാൽ കൊതിയാവും. കായ തന്നെയാണ് സ്ഥലത്തിൻ്റെ പേര് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഇന്നിപ്പോൾ ഇതാ ഞാനൊരു പുതിയ റെസിപ്പി ആയിട്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ അത് റെസിപ്പി ഉണ്ടാക്കാൻ ഒരു പ്രയാസമില്ല കേട്ടോ. ഒരു പ്രയാസമില്ല എന്ന് മാത്രമല്ല, വളരെ സിമ്പിളായിട്ടുള്ള സാധനങ്ങളാണ്. എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും കേട്ടോ. അതില്ലാത്തവരുടെ വീടൊക്കെ വളരെ കുറവായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് അത് ഉണ്ടാക്കാൻ നോക്കുന്നതിൻ്റെ മുന്നേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്തതിന് വളരെ വളരെ താങ്ക്സ് ഉണ്ട്. നിങ്ങളുടെ ഓരോരോ ലൈക്കും കമൻറ്റും നിങ്ങളുടെ വ്യൂവും എല്ലാം വളരെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ഞാൻ ഇത്രയും എന്നെ മുന്നോട്ട് എത്തിച്ചത് നിങ്ങളാണ്. അപ്പം നമുക്കിനി അധികം വൈകാതെ തന്നെ ഇതാ ഞങ്ങളെ സ്ഥലമൊക്കെ ഒന്ന് കണ്ടോളൂ നിങ്ങൾ. എന്നിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതാ നമ്മളെ ഹെൽത്തി ആയിട്ടുള്ള റവ റൊട്ടി ഉണ്ടാക്കാൻ വലിയൊരു സവോള, പിന്നെ ഒരു ക്യാരറ്റ്, പിന്നെ ഒരു 2-3 പച്ചമുളക്, മല്ലിയില, കുറച്ച് തൈര്, കുറച്ച് നാളികേരം ചിരകിയത് കേട്ടോ. അപ്പോൾ ക്യാരറ്റ് എല്ലാം ചെറുങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്താണ്. തേങ്ങ ചിരകി വെച്ചു, മല്ലിയില ചെറുതായി അരിഞ്ഞു, പച്ചമുളക് കുനുകുനാ അരിഞ്ഞ് വെച്ചത്, പിന്നെ പാകത്തിന് ഉപ്പും അതുപോലെ കറിവേപ്പില ഒന്ന് ചെറുതായിട്ട് അരിയണേ. പിന്നെ ഇതിലേക്ക് നമ്മൾ പ്രധാനമായി എടുക്കേണ്ട സാധനം ഇതാണ്, നമ്മുടെ റവ. ഇത് വറക്കാത്ത റവ കേട്ടോ. ഒരു 250 ml ഗ്ലാസിൻ്റെ ഒരു ഗ്ലാസ് എടുത്ത് അതിലേക്ക് നമ്മൾ കുനുകുനാ അരിഞ്ഞ് സവാള ഇട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ ബാക്കി എല്ലാ സാധനവും, നാളികേരം 4 ടേബിൾ സ്പൂൺ നാളികേരം ചിരകിയതാണ്. പിന്നെ ക്യാരറ്റ് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തതാണ്. നമ്മൾ പച്ചക്കറിയെല്ലാം ഒരുതുമില്ല അതിൽ വെച്ച്, പച്ചമുളകും ചെറുതായി എരിഞ്ഞ്, മല്ലിയില എരിഞ്ഞ്, മല്ലിയില പറഞ്ഞാൽ ആഫ്രിക്കൻ മല്ലിയിലയാണ്. ഇവിടെ അങ്ങനെ ഒന്നുണ്ട്. ഞാൻ അതാ നീളത്തിന് വെച്ചാലേ ഇല്ലേ, അതിവിടെ തന്നെ ഉള്ളത് നല്ലോണം ഉണ്ടായിക്കോളും. മല്ലിയിലേൻ്റെ അതേ ടേസ്റ്റൊക്കെയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക, നല്ലോണം ഞെവിണ്ടിയിട്ട് തന്നെ മിക്സ് ചെയ്യണേ. പിന്നെ അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് 2 ടേബിൾ സ്പൂൺ തൈരാണ്, അധികം പുളിയില്ലാത്ത തൈര് കേട്ടോ. എന്നിട്ട് അതും കൂടെ ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. നമ്മൾ പാകത്തിന് ഉപ്പ് ഇട്ടിന് കേട്ടോ. ഉപ്പൊക്കെ നിങ്ങളെ പാകത്തിന് ഇട്ടണേ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് കുഴച്ചിട്ട് വെക്കുക. അപ്പോൾ ഇത് വെള്ളം പോരാ കേട്ടോ. അപ്പം നമ്മൾ ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒന്നിച്ച് ഒഴിക്കരുത്, ഞാൻ കുറച്ച് വെള്ളം എടുത്ത് വെച്ചതാണ്. അപ്പം ഞാൻ ഒഴിക്കുന്ന കാണുന്നുണ്ടല്ലോ, അതുപോലെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക, കുഴച്ച് നോക്കുക. നമുക്ക് ഏകദേശം നമുക്കറിയാമല്ലോ ഒരു രൂപം. അതെ, ഇതുപോലെ നല്ലോണം കുഴച്ച് വെക്കുക. പിന്നെ ഇത് റവയാണ്, അപ്പോൾ ഇത് കുറച്ച് നേരം ഒരു 10 മിനിറ്റ് നമ്മൾ സോക്ക് ചെയ്യാൻ വെക്കണം, മൂടി വെക്കണേ. റവ 10 മിനിറ്റ് കഴിഞ്ഞാൽ നല്ലോണം അങ്ങ് ചീർക്കുമല്ലോ. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതാ തുറന്ന് നോക്കാം. ഇതാ ഇപ്പം നല്ലോണം റവയൊക്കെ നല്ലോണം സോക്കായിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യണം അറിയാം. അപ്പോഴത്തേക്ക് ഞാൻ വാഴേൻ്റെ ഇലയെല്ലാം പറിച്ച് ഇതാ നല്ലോണം കിഴുകി വൃത്തിയാക്കി വെള്ളം വരാൻ വെച്ചതാണ്. അപ്പോൾ ആ ഒരു ഇല എടുക്കുക. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച റവേൻ്റെ കൂട്ടുണ്ടല്ലോ, ഈ വെജിറ്റബിൾസൊക്കെ ഇട്ട്, എന്നിട്ട് അതിന്ന് എടുത്തിട്ട് കുറച്ച് ഒരു ഉണ്ട പിടിക്കുക കേട്ടോ. ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ഉണ്ട പിടിച്ച് നമ്മളെ സൈസ് നമുക്ക് ഏത് വലുപ്പത്തിൽ ഉണ്ടാക്കണോ ആ വലുപ്പത്തിന് വേണമെങ്കിൽ ഉണ്ടാക്കാം കേട്ടോ. നിങ്ങൾക്ക് എല്ലാം കൂടി ഒന്നിച്ചുണ്ടാക്കണമെങ്കിൽ അതും ചെയ്യുക. പക്ഷേ ഞാനിതാ ഇങ്ങനെ ഓരോരോ സെപ്പറേറ്റ് ആക്കി അങ്ങനെ ചെറിയ ചെറിയ ഉരുളകളാക്കി എടുത്ത്, അത്യാവശ്യം വലുപ്പമുള്ള ഉരുളയാണ്. എന്നിട്ട് കൈകൊണ്ട് നല്ലോണം പ്രസ് ചെയ്യുക കേട്ടോ, ഒരിലയിൽ വെച്ചിട്ട്, വാഴയില. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് ഷേപ്പാക്കിയിട്ട് അതിൻ്റെ മേലെ വേറെ ഒരു വാഴയില വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് മാറ്റി വെക്കുക. അങ്ങനെ എല്ലാ മാവും ഇതുപോലെ കുഴച്ച് ഉരുളകളാക്കി ഇലയിൽ വെച്ച് പരത്തിയിട്ട് നല്ല പോലെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കണം കേട്ടോ. ഇതങ്ങനെ വെച്ചിട്ട് ഇതാ കൈ കൊണ്ടൊന്ന് സോഫ്റ്റായിട്ട് തൊട്ട് കൊടുത്താൽ മതി, അപ്പം തന്നെ റെഡിയാകും. എന്നിട്ട് ഇതാ കയ്യിൻ്റെ സൈഡ് കൊണ്ട് ഇങ്ങനെ ഒന്ന് ഷേപ്പാക്കുക കേട്ടോ. നമ്മൾ വട്ടത്തിനൊക്കെ വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിൽ ഉണ്ടാക്കാം നിങ്ങൾക്ക്. അങ്ങനെ സൈഡെല്ലാം ഒന്ന് ഷേപ്പാക്കിയിട്ട് വേറെ ഒരു ഇല എടുത്ത് ഇതിൻ്റെ മേലെ വെക്കുക, കമിഴ്ത്തി വെക്കുക. എന്നിട്ട് എല്ലാ മാവും ഇതുപോലെ ചെയ്തിട്ട് മാറ്റി വെക്കുക നമ്മൾ. എന്നിട്ട് നമുക്ക് പ്രിപ്പറേഷൻ ആരംഭിക്കുക. എന്താ അറിയോ, അപ്പോൾ ഇതല്ലേ എളുപ്പം. നമ്മൾ ഓരോന്നും ചെയ്ത് അടുപ്പത്ത് വെക്കുക, അങ്ങനെ ചെയ്യണ്ടല്ലോ. എല്ലാം ഞാൻ ഒരു പാത്രത്തിൻ്റെ മേലെ വെച്ചു. ഇനിയിപ്പോൾ ഇതാ അടുപ്പത്ത് ഒരു ചട്ടി വെച്ചിട്ടുണ്ട്, ഒരു മീഡിയം ഫ്ലെയിമിലാണ്. അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചത് ഇലയോടുകൂടി അതിൻ്റെ മേലെ ഇടുക. എന്നിട്ടൊരു മൂടി കൊണ്ട് മൂടി വെച്ച് കൊടുക്കണം. ഒരു 1-2 മിനിറ്റ് കഴിയുമ്പോൾ ഇലയൊക്കെ വാടി നല്ല ആവിക്കൊണ്ട് ഈ വാഴയിലേൻ്റെ
ടേസ്റ്റ് കൂടി നമ്മളെ റൊട്ടിയിലേക്ക് പിടിക്കും കേട്ടോ. നല്ല ഹെൽത്തിയാണ് ഇതുണ്ടാക്കാൻ. എന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഇതുണ്ടാക്കാൻ നമുക്ക് ഒരു തുള്ളി എണ്ണ പോലും നമ്മൾ ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് പ്രഷറുകാർക്കും ഷുഗറുകാർക്കും കൊളസ്ട്രോളുകാർക്കും ഒക്കെ കഴിക്കുക കേട്ടോ. ഇതിൽ നമ്മൾ ഷുഗറും ചേർക്കുന്നില്ല. പ്രഷറുകാർക്കൊക്കെ മാത്രം ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾ ഉപ്പങ്ങ് വളരെ കുറച്ച് കളയുക കേട്ടോ. അങ്ങനെ ഉണ്ടാക്കുക. നമ്മൾക്ക് ആർക്ക് വേണ്ടിയാണ് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്തോളുക. പിന്നെ ചെറിയ കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പച്ചമുളകൊക്കെ ഒന്ന് കുറച്ച് കളയുക. അവർക്ക് മുളക് ഇടാണ്ട് ഉണ്ടാക്കി കൊടുത്താൽ മതി കേട്ടോ. കുട്ടികൾ വളരെ ഇഷ്ടത്തോടു കൂടി കഴിക്കുക. അവർക്ക് വേണമെങ്കിൽ ഒരു 2 സ്പൂണ് പഞ്ചസാരയും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു സൈഡ് നല്ലോണം മുരിഞ്ഞ് കിട്ടിയാൽ നമ്മളൊന്ന് തിരിച്ചിടുക. കണ്ടോ, ഇത് കാണുമ്പോൾ തന്നെ കൊതിയാകുന്നില്ലേ? അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഓരോന്നിങ്ങനെ ചുട്ടെടുക്കുക. നല്ലൊരു സ്മെല്ലാട്ടോ ഇത്. ചുട്ടെടുക്കുമ്പം തന്നെ മല്ലിയില എല്ലാം ഉണ്ടല്ലോ, കറിവേപ്പില, എല്ലാ സാധനങ്ങളും നമുക്ക് ഗുണമുള്ളതാണ്. അപ്പോൾ അതുപോലെ ബാക്കിയെല്ലാം ഇങ്ങനെ ചുട്ടെടുക്കുക. അത് ചട്ടിയിൽ വെച്ചിട്ട് മൂടി വെക്കണേ. 2 പ്രാവശ്യം മൂടി വെക്കണം. കാരണം തിരിച്ചിട്ടിട്ട് മൂടി കൊടുക്കണം. അപ്പോൾ അതിൻ്റെ എല്ലാ ഫ്ലേവറും അതിൽ പിടിക്കും. ഇന്നതിന് ശേഷം നമ്മൾ ഇലയൊക്കെ മാറ്റിയിട്ട് തിരിച്ചു മറിച്ചിട്ട് എല്ലാം വേവിച്ചെടുക്കുക. ഇപ്പം ഞാനിതാ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. ഇതാണ് റവ റൊട്ടി. ഇതുകൊണ്ട് നമുക്ക് ഒരു ദോഷമില്ലാത്ത സാധനമാണ്. കാരണം ഇതിൽ നമ്മൾ എണ്ണ ഇട്ടിട്ടില്ല, മധുരം ഇട്ടില്ല, ഒന്നുമില്ല. ആർക്ക് വേണമെങ്കിലും കഴിക്കുക അത് കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. ഇതിന് പിന്നെ വേറൊരു കാര്യം, ഇത് കഴിക്കാൻ ഇനി ചമ്മന്തിയോ കറിയോ ഒന്നിൻ്റെ ആവശ്യമില്ല. ഇത് മാത്രം തന്നെ എന്ത് ടേസ്റ്റാണെന്നറിയാം. എന്തായാലും നിങ്ങൾ ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ. ടേസ്റ്റ് ഉണ്ടായിനോ ഇല്ലേ എല്ലാം അറിയിക്കണമെന്ന് കേട്ടോ. നോക്ക് എന്തൊരു ഇത് 2 എണ്ണം മതി കേട്ടോ ഒരാൾക്ക്. ശരിക്കും ഇനി ബ്രേക്ക്ഫാസ്റ്റിനായാലും രാത്രി ആയാലും ശരി. ഈവനിങ് സ്നാക്സൊക്കെ ആണെങ്കിൽ ഒന്നൊക്കെ മതി കേട്ടോ. രാത്രി വേണമെങ്കിൽ നിങ്ങൾക്ക് ഡിന്നറാക്കിയും കഴിക്കും. ഇനിയിപ്പോൾ ഉച്ചയ്ക്കൊക്കെ എവിടെയും പോകാണ്ട് ഇതുപോലെ ഉണ്ടാക്കി ഇലയോടുകൂടി അങ്ങ് കൊണ്ടുപോയാൽ മതി. ആവശ്യത്തിന് എടുക്കുക കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും കണ്ടല്ലോ ഇതെല്ലാം എങ്ങനെയാണ്ടോ. എന്താ നല്ല സോഫ്റ്റാണ് കേട്ടോ. മുറിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലതായി വരുന്നുണ്ട്. അപ്പോൾ ഇത്ര നേരം വീഡിയോ വാച്ച് ചെയ്തതിന് താങ്ക് യു.